ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ഉള്ളത്തിൽ തന്ന ഒരു പ്രത്യേക നിയോഗത്തോടെ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കൈമാറുന്നത്. ദാവീദും അബീഗയിലും എന്ന് പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഒരുമിച്ചുള്ള ഒരു കോൺവെർസേഷൻ, സംസാരത്തിൻ്റെ ഇടയിൽ ദാവീദ് ഒരു നിരാശയുടെ വക്കിൽ വന്നു നിലനിൽക്കുമ്പോൾ ഈ സാധുവാകുന്ന സഹോദരി അവനെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, യജമാനന്റെ ജീവൻ യഹോവയുടെ ജീവ ഭണ്ഡാരത്തിനകത്ത് കെട്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ പ്രാണന് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന സകല പ്രതികൂല സാഹചര്യങ്ങൾ നിഷ്ഫലമായി പോകും എന്നുള്ള ഒരു ദൂതാണ് അവിടെ ദാവീദിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തൻ്റെ തളർച്ചയ്ക്കകത്തിൽ നിന്ന് അവനെ കരം പിടിച്ച് അധികാരത്തോടെ എഴുന്നേൽപ്പിക്കുന്ന ഭാഗം നമുക്ക് ശക്തിയോടെ കാണാൻ കഴിയും എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്, ഇന്ന് ആരെങ്കിലും അകാരണമായി ഒരു മരണത്തെ സ്വപ്നം കാണുന്നെങ്കിൽ, മരണകരമായ വിഷയത്തിനകത്ത് നീ ഇന്ന് കെട്ടപ്പെട്ടതുപോലെ നിലനിൽക്കുന്നു എങ്കിൽ ഉറപ്പോടെ വിളിച്ചു പറ, യഹോവയുടെ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന എൻ്റെ ജീവനെ എടുക്കാൻ ആ നല്ല കർത്താവ് തീരുമാനിക്കാതെ അത് സംഭവിക്കത്തില്ല. അതേ സമയം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ മാതാക്കളോ സഹോദരനോ സഹോദരിയോ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ ആരാണോ രോഗങ്ങളാൽ ഭാരപ്പെട്ട് മരണകരമായ വിഷയത്തിനകത്തിൽ പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നത് എങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞാൻ ആ വചനഭാഗങ്ങൾ കൊടുക്കാം. ആ വചനത്തെ ഉരുവിട്ട് പറയുക, പ്രാർത്ഥനയോടെ പറയുക. നീ ആ വിശ്വാസത്തോടു കൂടി പറയുമ്പോൾ ആ വ്യക്തിത്വം അതിനെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ പ്രഖ്യാപിക്കുമ്പോൾ ഉറപ്പായി ഞാൻ പറയുന്നു, ഈ വചനത്തിൻ്റെ ശക്തി അവനിലേക്ക് ചലിക്കപ്പെടും. മരണകരമായ വിഷയത്തിനകത്തിൽ നിന്ന് ആ വ്യക്തിത്വം അധികാരത്തോടെ എഴുന്നേറ്റ് വരികയും ചെയ്യും. ദാവീദ് പിന്നീട് 118 സങ്കീർത്തനം എഴുതുമ്പോൾ പറയുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഇവൻ എവിടുന്ന് കിട്ടി ഈ ബലം? അവൻ ദൈവത്തിൽ നിന്ന് ആ ബലത്തെ പ്രാപിച്ചത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഈ വചന ഭാഗത്തെ ഈ ചെറിയ മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറ, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിക്കാനുള്ളവനാ. നീ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്റെ മേലും ചലിക്കപ്പെടുകയും നീയും അധികാരത്തോടെ ജീവനോടെ എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ സാക്ഷിയായി തീരാനുള്ള വ്യക്തിത്വമായി മാറുമെന്ന് ഈ വചനത്തിൽ ഉറപ്പോടെ വിളിച്ചു പറയുന്നു. വചനത്തെ വിശ്വസിച്ച് ഉറപ്പോടെ ചുവടുവെക്കുക. നീ ഒരു അനുഗ്രഹമായി തീരും. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.